മത്തിയുടെ ഒരു അടിപൊളി റെസിപ്പിയാണ് വരുന്നത്. ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുക. 3 കുടംപുളി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം കുടംപുളി എടുത്ത് മാറ്റുക. അതിനുശേഷം ചതച്ച ഇഞ്ചിയും 4 പച്ചമുളകും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ലേശം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വെള്ളം വറ്റുന്ന വരെ ഇതുപോലെ സെറ്റാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില അങ്ങോട്ട് എടുത്ത് സെറ്റാക്കി ഇടുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മത്തി അങ്ങോട്ട് വാരി വിതറുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കണ്ട. ഇനി അടച്ചു വെച്ച് 8 മിനിറ്റ് ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി ചോറെടുത്ത് പാത്രത്തിലേക്ക്, നല്ല ചൂടൻ ചോറെടുത്ത് പാത്രത്തിലേക്ക് എടുത്തിട്ട ഒരു 4 മത്തി, പിന്നെ കുറച്ച് ചാറൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒഴിക്കുക. 2 മത്തി മൊരിഞ്ഞത്, 2 മത്തി വറുത്ത് മൊരിച്ചെടുത്തത്, പിന്നെ കുറച്ച് കട്ട സാമ്പാർ, പിന്നെ ലേശം തൈര് കറി, ഒരു ഭംഗിക്ക് 2 പപ്പടം. എന്നിട്ട് പപ്പടം എടുത്തിട്ട് നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് കൃജും എന്നും പറഞ്ഞ് പൊട്ടിക്കുക. ഒരു മത്തി വറുത്തതിൻ്റെ കഷ്ണം, ലേശം സാമ്പാർ, എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആഹാ, നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ്.